ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓൺ റീഡിങ് ഓൾഡ് ബുക്സ് ബൈ വില്യം ഹാസ്ലിറ്റ്. വില്യം ഹാസ്ലിറ്റ് ഒരു ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു റൊമാൻറ്റിക് പീരിയഡിൽ, ആൻഡ് ഓൾസോ വൺ ഓഫ് എ ഗ്രേറ്റ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക്. ഓൺ റീഡിങ് ഓൾഡ് ബുക്സ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ മന്ത്ലി മാഗസിൻ എന്ന് പറഞ്ഞ മാഗസീനിലായിരുന്നു. ആൻഡ് ഈ എസ്സേയിൽ ഓതർ കൺവേ ചെയ്യുന്നത് ആളുടെ ലൈക്ക് റീഡ് ചെയ്യാൻ, ഓൾഡ് ബുക്സ് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യാനുമുള്ള ആളുടെ ഇഷ്ടത്തിനെ കുറിച്ച് കൺവേ ചെയ്തിട്ടാണ് ആൾ ഈ പോം എഴുതിയിട്ടുള്ളത്, എസ്സേ എഴുതിയിട്ടുള്ളത്. അപ്പം ന്യൂ ബുക്കും ഓൾഡ് ബുക്കും വായിക്കുന്ന സമയത്തുള്ള ആളുടെ എക്സ്പീരിയൻസസ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് ആൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ആൾ പറയുന്നത് എന്താ വെച്ചാൽ, ദ നറേറ്റർ നോട്ട്സ് ദാറ്റ് ലേഡീസ് തിങ്ക് ദാറ്റ് ബുക്സ് ആർ ലൈക്ക് ഫാഷൻ ആൻഡ് ആർ ദെയർഫോർ ബെസ്റ്റ് ഇൻ ദെയർ ന്യൂവസ്റ്റ് ട്രെൻഡ്. അപ്പോൾ ആൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ പറയുന്നത് ആൾക്ക് കൂടുതൽ ഇഷ്ടം ഓൾഡ് ബുക്സ് വായിക്കാനാണ്, പക്ഷേ ലേഡീസൊക്കെ തിങ്ക് ചെയ്യുന്നത് ലൈക്ക് പുതിയ ഫാഷൻ പോലെ ബുക്സ് പുതിയതാണ് നല്ലത് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല എന്ന് ആൾ പറയുന്നുണ്ട്. ഐ ഹേറ്റ് ടു റീഡ് ന്യൂ ബുക്സ്. ആൾക്ക് ഒരു 20 or 30 വോളിയൂംസ് ആളുടെ കളക്ഷൻ ആയിട്ടുണ്ട്, ദാറ്റ് ഐ ഹാവ് റീഡ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അത് വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായിരിക്കും. ആൻഡ് ദീസ് ആർ ദി ഓൺലി വൺസ് ദാറ്റ് ഐ ഹാവ് എനി ഡിസയർ എവർ ടു റീഡ് അറ്റ് ഓൾ. എനിക്കിത് മാത്രമേ വായിക്കാൻ ഇഷ്ടമുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. ഐ ഹാവ് മോർ കോൺഫിഡൻസ് ഇൻ ദ ഡെഡ് ദാൻ ലിവിങ്. അതും ഹാസ്ലിറ്റിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടിങ്ങിൽ വരുന്നതാണ്. ആൾക്ക് കൂടുതൽ ഇഷ്ടം ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ വർക്ക്സ് അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ഓതേഴ്സിൻ്റെ വർക്ക്സിലാണ് ഇപ്പോൾ ലിവിങ് ആയിട്ടുള്ള പുതിയ കണ്ടംപററി റൈറ്റിങ്സിനെ കാട്ടിലും. ആൻഡ് പിന്നെ ആൾ പറയുന്നത് ഈ ഓൾഡ് ബുക്സ് ആർ ഫെമിലിയർ, പക്ഷെ ന്യൂ ബുക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആൾ പിന്നെ അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഡിഷസിനെ വെച്ചിട്ട് കമ്പയർ ഉണ്ട്. അതിന് മുന്നേ ആൾ പറയുന്നത് കണ്ടംപററി റൈറ്റേഴ്സിനെ നമുക്ക് 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് വൺസ് ഫ്രണ്ട്സ്, പിന്നെ ഒന്ന് പറയുന്നത് വൺസ് ഫോഴ്സ്. അതിൽ ഫ്രണ്ട്സിൻ്റെ വർക്ക് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വി ആർ ഫോഴ്സ് ടു തിങ്ക് ടു വെൽ അബൌട്ട് ദെയർ വർക്ക്. അവരുടെ ബുക്ക് നല്ലതാണെന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ വായിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മളുടെ എനിമീസിൻ്റെ ബുക്ക് വായിക്കുകയാണെങ്കിലോ അത് നന്നല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വായിക്കുന്നുണ്ടാവുക. നമ്മൾ ഒരു കണ്ടംപററി ഓതറിനെ വെച്ചിട്ട് അവരുടെ വർക്ക്സിൽ അക്വൈൻഡ് ആവുകയാണെങ്കിൽ വൺ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ജഡ്ജ് ഓർ ഈവൻ റീഡ് ദെയർ ബുക്സ് അൺബയസ്ഡ്ലി. നമുക്ക് ആ ബയസ് അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ആ സമയത്ത് ഉണ്ടാവുക. നമ്മൾ മോഡേൺ ലിറ്ററേച്ചറിനെ ഡസ്റ്റ് ആൻഡ് സ്മോക്ക് ആയിട്ട് പറയുന്നുണ്ട്. മറ്റേ ഓൾഡ് ലിറ്ററേച്ചർ ആണെങ്കിൽ പ്യുവർ സൈലന്റ് എയർ ഓഫ് ഇമ്മോർട്ടാലിറ്റിയാണ് ആ ബുക്സ് എന്നും പറയുന്നുണ്ട്. സെക്കൻഡ് പാരഗ്രാഫിൽ ഓതർ സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് നമുക്ക് റീഡിങ് കിട്ടുന്നത്. ദ ബെറ്റർ ദ എക്സ്പീരിയൻസ് ഓഫ് റീഡിങ്, ദ മോർ യു റീഡ് എ ബുക്ക് ദ ബെറ്റർ ദി എക്സ്പീരിയൻസ് ഓഫ് റീഡിങ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ വാട്ട് ടു എക്സ്പെക്ട് ആൻഡ് സ്റ്റിൽ ഡിറൈവ് സാറ്റിസ്ഫാക്ഷൻ ജസ്റ്റ് ആസ് യുവർ അപ്പറ്റൈറ്റ് ഓൺലി ഇൻക്രീസ് വെൻ യു നോ ദ ഡെലീഷ്യസ്നെസ് ഓഫ് എ ഫെമിലിയർ ഓഫൻ കൺസ്യൂംഡ് ഡിഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇതെല്ലാം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫുഡ് കമ്പാരിസൺ ആണ് ആളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിന് ഡിറൈവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമ്മുടെ വിശപ്പ് അപ്പറ്റൈറ്റ് എന്താ പറയുക അത് കുറയും, അത് എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു പുതിയ ബുക്കാണ് വായിക്കാനിരിക്കുന്നത് എങ്കിൽ അത് നമ്മളൊരു ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് സിറ്റിംഗ് ഡൗൺ ടു ഈറ്റ് എ സ്ട്രേഞ്ച് അൺഫെമിലിയർ ഡിഷ് where you lack confidence or the secure feeling that one has when consuming a familiar dish. അപ്പോൾ നമ്മൾ ഒരു അറിയാത്ത ഫുഡ് കഴിക്കുവാണെങ്കിൽ വിൽ ബി കൺഫ്യൂസ്ഡ്. അത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ല. നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും, ആ ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഡിഷ് കഴിക്കുന്ന പോലത്തെ ഒരു സെക്യൂർ ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ന്യൂ ബുക്ക് വായിക്കുന്നത് ഒരു ന്യൂ ഡിഷ് കഴിക്കുന്ന പോലെയാണ്, ഒരു അൺഫെമിലിയർ ഡിഷ് കഴിക്കുന്ന പോലെയാണ്. അവിടെ നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെക്യൂർ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുകയാണ്. ദെൻ ന്യൂ ബുക്സ് ആർ ലൈക്ക് മെയ്ഡ് അപ്പ് ഡിഷസ്, ഓർ ഇൻ അതർ വേർഡ്സ് ദേ ആർ മിയർലി അഡാപ്റ്റേഷൻ ഓഫ് ഓൾഡർ ബുക്സ്. മെയ്ഡ് അപ്പ് ഡിഷസ് ആണ്, അതായത് ഒന്നിൽ കോപ്പി അടിച്ചുണ്ടാക്കിയ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ഓൾഡർ ബുക്സ് പോലെ അഡാപ്റ്റേഷൻസ് ആണ്, അതിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ് ന്യൂ ബുക്സ് എന്നാണ് ആൾ പറയുന്നത്. ദെൻ ദി ഓതർ ഇറ്റ്സ് ദാറ്റ് ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ഗ്യാരണ്ടി ദാറ്റ് സച്ച് എ മീൽ വിൽ നോട്ട് ബി എ വേസ്റ്റ് ഓഫ് time, or that the author's palate will not be nauseated with the flavorless, unpleasant garbage that it might turn out to be. അപ്പോൾ ഓതർ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, അവിടെ അങ്ങനത്തെ ഒരു ന്യൂ ബുക്ക് അല്ലെങ്കിൽ ന്യൂ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനത്തെ മീല് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആവില്ല, അങ്ങനത്തെ ബുക്സ് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആവില്ല എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഓതറിൻ്റെ പ്ലേറ്റ് അതിൽ ആ ഒരു ഫ്ലേവർലെസ് ആയിട്ടുള്ള ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഗാർബേജ്, അങ്ങനെയാണ് ആൾ ന്യൂ ബുക്സിനെ വിളിക്കുന്നത് കേട്ടോ. ഐ മീൻ ആ ഒരു കമ്പാരിസൺ കൊണ്ട് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഗാർബേജ് അത് മാറില്ല എന്ന് ഒരു ഉറപ്പും ഇല്ല. അത് അതിൻ്റെ ആ ഫ്ലേവർലെസ് ആയിട്ടുള്ള സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരില്ല, വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ല എന്നൊന്നും ഒരു അഷുറൻസ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പുതിയ ഡിഷ് ആണെങ്കിൽ. അത് ഇൻഡയറക്ട്ലി പറയുന്നത് റീഡിങ് ന്യൂ ബുക്സ്.
Okay. However, when you are reading an old book, it feels like a meeting with an old, valued and trusted friend. നമ്മൾ ഒരു ഓൾഡ് ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ആ ഫ്രണ്ടിനോട് സംസാരിക്കണമെങ്കിൽ അതേപോലെ ഒരുപാട് നേരം ബുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. ഓൾ ദ ബുക്സ് അക്കോർഡിംഗ് ടു ദി ഓതർ, അങ്ങനെയാണ് പറയുന്നത്. ലൈക്ക് ഐഡിയൽ ഗെസ് വിത്ത് ഹും യു ഫ്രം ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, യു ഫോം ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഓൾഡ് ബുക്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഗസ്റ്റുകളെ പോലെയാണ്, നമുക്കൊരു ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. വെൻ റീഡിങ് എ ബുക്ക് വൺ ഡിറൈവ്സ് പ്ലഷർ ഫ്രം മെമ്മറീസ് ഓഫ് വൺസ് ഫീലിംഗ് ആൻഡ് അസോസിയേഷൻ ഓഫ് റീഡിംഗ് ദ ബുക്ക് ഇൻ ദ പാസ്റ്റ്. നമ്മൾ ഒരു ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ വൺ ഡിറൈവ്സ് ദ പ്ലഷർ ഫ്രം മെമ്മറീസ് ഓഫ് വൺസ് ഫീലിംഗ് ആൻഡ് അസോസിയേഷൻ ഓഫ് റീഡിംഗ് ദ ബുക്സ് ഇൻ ദ പാസ്റ്റ്. ആ ഒരു ബുക്ക് ആദ്യം വായിച്ചതിന് വേണ്ടി എടുത്ത് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന മെമ്മറീസ്, നമുക്ക് അന്നുണ്ടായിരുന്ന ഫീലിങ്സ്, അതൊക്കെ നമുക്ക് ഓർമ്മ തിരിച്ച് അത് ആ മെമ്മറീസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് പറയുന്നത്. സച്ച് ബുക്സ്, ദാറ്റ് ഈസ് ഓൾഡ് ബുക്സ്, ദേ ആക്ട് ലൈക്ക് ലാൻഡ്മാർക്സ് ഓർ ഗൈഡ്സ് ദാറ്റ് ലീഡ് അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ലാൻഡ്മാർക്ക് പോലെ അല്ലെങ്കിൽ ഗൈഡ് പോലെയാണ് ഈ ഓൾഡ് ബുക്കായിട്ടുള്ള ബുക്സ് പ്രവർത്തിക്കുന്നത്. ഈ ഓതർ ബിലീവ് ചെയ്യുന്നത് ഈ ഓൾഡ് ബുക്സ് എന്നൊക്കെ പറയുന്നത് ഹാപ്പിയസ്റ്റ് ടൈംസ് ഇൻ അവർ ലൈഫിൻ്റെ റെക്കോർഡ്സ് ആണെന്നാണ്. ആൻഡ് ദേ ഹാവ് ദ പവർ ടു ട്രാൻസ്പോർട്ട് അസ് ഇൻ ടു ദ വേൾഡ് ഓഫ് ഫാൻസി. വേൾഡ് ഓഫ് ഫാൻസിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവും അതിനുണ്ട് എന്നാണ് നമ്മുടെ ഓതർ വിശ്വസിക്കുന്നത്. അല്ലേ? ദെൻ തേർഡ് പാരഗ്രാഫിൽ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി കുഡ് റീഡ് എനി ചാപ്റ്റർ ഓർ പാസേജ് ഫ്രം ബുക്സ് ലൈക്ക് ടോം ജോൺസ് ആൻഡ് പെരഗ്രീൻ പിക്കിൾ ആൻഡ് സ്റ്റിൽ ഫൈൻഡ് ഇറ്റ് ആസ് ഡിലൈറ്റ്ഫുൾ ആസ് ഹി ഫൗണ്ട് ഇറ്റ് വെൻ ഹി ഫസ്റ്റ് റെഡ്. അപ്പോൾ ടോം ജോൺസ് അല്ലെങ്കിൽ പെരഗ്രീൻ പിക്കിൾ എന്ന് പറയുന്ന വർക്ക്സ് ഒക്കെ വായിക്കുമ്പോൾ ആദ്യമായിട്ട് ആൾ വായിച്ച സമയത്ത് ആൾക്കുണ്ടായിരുന്ന ഡിലൈറ്റ്ഫുൾനെസ്, ആ ഒരു ഹാപ്പിനെസ്, അത് ആൾക്ക് എപ്പോഴും അതിനൊരു പാസേജ് വായിക്കുമ്പോൾ ഫീൽ ചെയ്യാം എന്നാണ് പറയണത്. Okay, the mere sight of old familiar books in bookstall or library, it ignites one's mind and brings joy. ഒരാളുടെ ഉള്ളിൽ ഐഡിയാസ് ഇഗ്നൈറ്റ് ചെയ്യാനും അവരുടെ മൈൻഡിൽ ഐഡിയാസ് ഇഗ്നൈറ്റ് ചെയ്യാനും ജോയ് കൊണ്ടുവരാനൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളൊരു ബുക്കിന് നമ്മളൊരു ബുക്ക് സ്റ്റാളിലോ ലൈബ്രറിയിലോ കണ്ടാൽ മതി. ദ മിയർ സൈറ്റ് മതി എന്നാണ് ആൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ഏജ് മറക്കും ആൻഡ് വി വിൽ ബിക്കം എ ചൈൽഡ് അഗൈൻ. നമ്മൾ ആ പണ്ടത്തെ മെമ്മറീസിലോട്ടൊക്കെ പോവും. പിന്നെ ആൾ പറയുന്നുണ്ട്, ഒരു സേജ് ഫിലോസഫർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഹി വുഡ് ലൈക്ക് ടു ബി യങ് അഗൈൻ ആൻഡ് ഇഫ് ഹി കുഡ് ടേക്ക് ഹിസ് എക്സ്പീരിയൻസ് അലോങ് വിത്ത് ഹിം. അപ്പോൾ ആ സേജ് ഫിലോസഫർ പറഞ്ഞ എന്തായിരുന്നു, അയാൾക്ക് തിരിച്ച് യങ് ആവാൻ താല്പര്യമുണ്ട്, പക്ഷെ ആൾക്ക് ഇപ്പോഴുള്ള എല്ലാ എക്സ്പീരിയൻസും കൊണ്ട് പോകാൻ പറ്റുവാണെങ്കിൽ മാത്രമെന്ന്. പക്ഷെ നമ്മുടെ ഓതർ പറയുന്നത് ഈ ഫിലോസഫർ അത്ര വലിയ വൈസ്മാൻ ഒന്നല്ല. കാരണം ഓതർ ബിലീവ് ചെയ്യണത് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് അബൌട്ട് ബീങ് യങ് ആൻഡ് ഇന്നസെന്റ് ഇസ് നോട്ട് ഹാവിംഗ് ദ വെയിറ്റ് ഓഫ് എക്സ്പീരിയൻസ് ഓൺ വൺ ഷോൾഡർ. നമ്മുടെ ഷോൾഡറിൽ ഒരു എക്സ്പീരിയൻസിന്റെ ഭാരം ഇല്ലാതിരിക്കുന്നതാണ് യങ് ആയിരിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഓതർ. Considers experience as a burden, a hump that he wishes would roll off his back so he could return to his ignorant self, young self again, where he felt joy and amazement in every little thing. So ആൾക്ക് ഈ ഒരു ബേർഡൻ എന്താ പറയുക, ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസിന് ആൾ ബേർഡൻ ആയിട്ടും അല്ലെങ്കിൽ ആളുടെ മുതുകത്തുള്ള ഒരു ഹമ്പായിട്ടാണ് കാണുന്നത്. ആൻഡ് ആൾക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി, ആളുടെ ബാക്കിൽ നിന്ന് അതൊന്നും എങ്ങനെ പോയി കിട്ടിയാൽ മതി, റോൾ ഓഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. സോ ഹി ക്യാൻ ഗോ ബാക്ക് ടു ഹിസ് യങ് സെൽഫ്, ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആ യങ് സെൽഫിലോട്ട് വീണ്ടും പോകാൻ പറ്റും. അവിടെ ജോയ്, അമേസ്മെന്റ്, എല്ലാ കുഞ്ഞു കാര്യത്തിലും നമുക്ക് സന്തോഷം അമേസ്മെന്റും കിട്ടുന്ന ആ ഒരു സമയത്തോട്ട് യങ് സെൽഫിലോട്ട് പോകാൻ ആൾക്ക് പറ്റിയേനെ എന്ന് പറയാണ്. Then ആൾ പറയുന്ന റീറീഡിങ് എ ബുക്ക് നോട്ട് ജസ്റ്റ് ബ്രിങ് ബാക്ക് ദ കണ്ടന്റ് ഓഫ് ദ ബുക്ക് ബട്ട് ഓൾസോ ഇറ്റ് കം ഓൾ ദ അസോസിയേഷൻ ഓഫ് പീപ്പിൾ, ദ പ്ലേസ് വേർ വൺ സാറ്റ് ടു റീഡ് ഇറ്റ്, ദ ഡേ ദേ റിസീവ്ഡ് ദ ബുക്ക്, ഈവൻ ദ ഫീലിംഗ് ഓഫ് എയർ എക്സെട്ര വുഡ് റിട്ടേൺ വൺസ് അഗൈൻ. അപ്പോൾ ഇവിടെ പറയണത് നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കോണ്ടന്റ്, ആ ബുക്കിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ നമ്മുടെ മനസ്സിൽ വരും. അത് എവിടെ ഇരുന്നിട്ടാണ് നമ്മൾ വായിച്ചു തരുന്നത്, നമുക്ക് എന്നാണ് ആ ബുക്ക് കിട്ടിയത്, ആ സമയത്ത് ആ ഒരു എയറിൻ്റെ ഫീലിംഗ് എന്തായിരുന്നു. ചിലപ്പോൾ ആ ബുക്കിന് പുതിയ ബുക്കിൻ്റെ മണം, ലൈക്ക് അല്ലെങ്കിൽ അന്ന് വാങ്ങിയ ആ ബുക്കിൻ്റെ മണം ഉണ്ടാവുമായിരിക്കും. ആ മണമൊക്കെ നമുക്ക് മനസ്സിൽ വന്നേന്ന് വരാം. വുഡ് റിട്ടേൺ വൺസ് അഗൈൻ, അതെല്ലാം തിരിച്ച് വന്നേക്കാം എന്നാണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അത് അല്ലാണ്ട് ഇപ്പോൾ ഒരു ബുക്ക് തുറന്ന് ജസ്റ്റ് പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ബുക്കിൻ്റെ മണമല്ല, ആ പഴയ ബുക്കുകളുടെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ആൾക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആളുടെ ഈ ന്യൂ ബുക്സ് വായിക്കുന്നതും ഓൾഡ് ബുക്സ് വായിക്കുന്നതും നമ്മളുള്ള ഒരു എക്സ്പീരിയൻസിനെയാണ് ആളവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓതർ ഇക്വേറ്റ് ദി എക്സ്പീരിയൻസ് ഓഫ് റീഡിങ് ആൻ ഓൾഡ് ബുക്ക് വിത്ത് റിട്ടേണിംഗ് ബാക്ക് ടു വൺസ് ചൈൽഡ്ഹുഡ്. അത് ഈ ഓൾഡ് ബുക്ക് വായിക്കുമ്പോൾ എന്താണ് ആളുടെ ചൈൽഡ്ഹുഡിലോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ദി എക്സൈറ്റ്മെന്റ് ആൻഡ് ഈഗർനെസ് വിത്ത് വിച്ച് ഹി ആൻറ്റിസിപ്പേറ്റഡ് സീരീസ് നോവൽ പബ്ലിഷ്ഡ് ഇൻ കൂക്സ് പോക്കറ്റ് എഡിഷൻ. അപ്പോൾ കൂക്സിൻ്റെ പോക്കറ്റ് എഡിഷൻ ആയിട്ടുള്ള നോവൽസ് അത് കിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ആളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഈഗർനെസ്സും ആൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹി ക്യാൻ സ്റ്റിൽ റിമെമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ
then ആൾ ബാക്കിയുള്ള ആൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഓഫ് വർക്ക്സിനെ കുറിച്ചും അത് എന്തുകൊണ്ടാണ് ആൾ പേഴ്സണലി എൻജോയ് ചെയ്യുന്നതെന്നെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഹി നോട്ട്സ് ദാറ്റ് വൈൽ ഹി ഡീവേർഡ് ഫ്രഞ്ച് റൊമാൻസസ് ഹി നെവർ ട്രൂലി ഇംപൈബ്ഡ് പോയട്രി. അപ്പോൾ ഫ്രഞ്ച് റൊമാൻസസിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പോയട്രിയോട് അധികം അങ്ങനെ വായിക്കാതെ ആയി എന്നാണ് പറയുന്നത്. ഹി ദെൻ ഗോസ് ഓൺ ടു ടെൽ us that book does not interest him now as much as it used when he was much younger. ആളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ആൾക്ക് ഇപ്പോൾ ബുക്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കീറ്റ്സിൻ്റെ ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ് വായിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ആൾക്ക് തോന്നുമായിരുന്നു അത് കുറച്ചും കൂടെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഡീപ്പ് ആൻഡ് ബ്യൂട്ടിഫുള്ളി അത് വായിക്കാൻ പറ്റിയേനെ യങ് കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ആലോചിച്ചിട്ടുണ്ട്. ആ ഒരു ഷാർപ്പ് ഫ്ലേവർ, ആ ഫൈൻ അറോമ, അതൊക്കെ അന്ന് ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പോൾ ആൾക്ക് ഇല്ലാതെയായി. ആ ലിറ്ററേച്ചറിനോടുള്ള ആ ഒരു ഇഷ്ടം എല്ലാം ഇല്ലാതെയായിട്ട് ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഇസ് ഡ്രൈ ഹസ്ക് ഓഫ് ലിറ്ററേച്ചർ. ഡ്രൈ ഹസ്ക് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ എന്നാണ് പറയണത്. ആളിപ്പോൾ വായിക്കുന്നതൊക്കെ മിയർലി വേർഡ്സ് ആണ്, അതിലൊരു ഫീലിങ്സ് ഇല്ല, എസെൻസ് ഇല്ല, ഹാർഡ്ലി ഒരു എൻവയൺമെൻറ്റ് കൂടെ, ഒരു എൻജോയ്മെൻറ്റും കൂടെ, ആ എൻജോയ്മെൻറ്റ് എൻവയൺമെൻറ്റും കൂടെ ആൾക്ക് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ദി ഓതർ ടെൽസ് ദാറ്റ് ഹി ഫസ്റ്റ് ഡ്വെൽഡ് ഇൻ ടു പോയട്രി റീഡിങ് ബിഗിനിങ് വിത്ത് ഓതർ ലൈക്ക് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്. അപ്പോൾ ആൾ ഈ പോയട്രി റീഡിങ്ങിലോട്ട് വന്നത് വേർഡ്സ്വർത്തും കോൾറിഡ്ജിനെ അവരെയൊക്കെ വായിച്ചിട്ടാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ വർക്ക്സിനെയും ആൾ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഷേക്സ്പിയർ ഹാഡ് ദി സ്കിൽ ടു ടേൺ ഈവൻ നോൺസെൻസ് ഇൻ ടു സംതിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ആൾ പ്രൈസ് ചെയ്യണത്. ഓക്കെ, നോൺസെൻസ് ഉള്ളൊരു കാര്യത്തിന് കുറച്ചും കൂടെ ക്യാരക്ടറുള്ളൊരു സംഭവമാക്കി മാറ്റാൻ ഷേക്സ്പിയറിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. Then Haslitt states that he reveled in reading periodicals like Spectator and Tatler but never really found the Rambler, the Adventurer etc. as worth reading. Okay, അപ്പോൾ ആള് സ്പെക്ടക്ടർ, ടാറ്റ്ലർ എന്ന് പറയുന്ന പീരിയോഡിക്കൽസ് ഒക്കെ വായിക്കാൻ ആൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ റാംബ്ലർ, അഡ്വെഞ്ചറർ എന്ന് പറയുന്ന ഈ പീരിയോഡിക്കൽസ് ഒന്നും ആൾക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായിരുന്നില്ല. ഹി ഓൾസോ ടെൽസ് ഹിസ് റീഡർ ദാറ്റ് ഹി thoroughly enjoyed reading റിച്ചാർഡ്സൺസ് പമേല ആൻഡ് wouldn't mind rereading it again and again. അപ്പോൾ റിച്ചാർഡ്സന്റെ പമേല വായിക്കാൻ ആൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് ആള് വീണ്ടും വായിക്കും. ആൾ മൈൻഡ് ചെയ്യാൻ, ലൈക്ക് ആൾക്കത് കുഴപ്പമില്ല, ആൾ എത്ര വേണമെങ്കിലും വായിക്കാൻ റെഡിയാണ് എന്നാണ് പറയുന്നത്. ഹി ഓൾസോ എക്സ്പ്രസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ പോയിറ്റ്സ് ലൈക്ക് സ്പെൻസർ, ചോസർ ആൻഡ് ഇറ്റാലിയൻ പോയറ്റ് ബൊക്കാച്ചിയോ. ഇവരോടൊക്കെയുള്ള ഇൻട്രസ്റ്റും ആൾ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഹാസ്ലിറ്റ് റീകളക്ട് ചെയ്യാണ് ആൾ തിരിച്ച് ആ ഒരു നെയ്ബറിങ് ടൗണിലോട്ട് വന്ന ഒരു സമയം വിത്ത് എ ഡബിൾ പ്രൈസ്. ആളുടെ കയ്യിൽ ഒരു ഡബിൾ പ്രൈസ് ഉണ്ടായിരുന്നു ആ സമയത്ത് തിരിച്ച് വന്നപ്പോൾ എന്നാണ് പറയുന്നത്. എന്താണ്? കോപ്പി ഓഫ് ഈച്ച് മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ് ആൻഡ് ബർഗ്സ് റിഫ്ലക്ഷൻ ഓൺ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പം മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റും ബർക്കിൻ്റെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെയും കോപ്പിയും കൊണ്ടാണ് ആൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര ഡബിൾ പ്രൈസ്, അത്രയും ഹാപ്പി ആയിട്ടാണ് അതൊക്കെ കിട്ടിയപ്പോൾ ആൾ ഉണ്ടായിരുന്നത്. ഈവൻ നൗ ജസ്റ്റ് ബൈ seeing the covers of the book he is able to gather memories of the joy which he read them at the time. അപ്പോൾ ഇന്ന് ആ കവർ കാണുമ്പോൾ ആൾക്ക് അന്ന് ആളിത് വായിക്കുമ്പോൾ ആൾക്കുണ്ടായിരുന്ന സന്തോഷം ഓർമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ആ ബോത്ത് വർക്ക്സിനെയും ആൾ പ്രേസ് ചെയ്യാൻ തുടങ്ങി. ബർക്കിൻ്റെ സ്കിൽ ഇൻ റൈറ്റിംഗ് പ്രോസ് എന്ന് പറയുന്നത് അൺസർപ്പാസിബിൾ ആണെന്ന് ആൾ പറയുന്നുണ്ട്. ആൻഡ് ആ പാരഗ്രാഫ് ആൾ എൻഡ് ചെയ്യുന്നത് ഹീസ് ഹാപ്പി ടു ഹാവ് ലിവ്ഡ് ബൈ ഫോമിംഗ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് സച്ച് വർക്ക്സ് ആൻഡ് ടു ഹാവ് റീഡ് ബുക്സ് ബൈ ഗ്രേറ്റ് ഓതേഴ്സ് ബിക്കോസ് ഇറ്റ് മേക്സ് ഹിം ഫീൽ ദാറ്റ് ഹിസ് ലൈഫ് വാസ് വർത്ത് ലിവിങ്. അപ്പോൾ ആളുടെ ലൈഫ് ഹാപ്പി ആയിട്ടാണ് ജീവിച്ചതെന്ന് പറയണം. ഇത്രയും ഇങ്ങനത്തെ നല്ല വർക്ക്സിൻ്റെ കൂടെ ഇത്രയും വർക്ക്സിനൊക്കെ അഡോർ ചെയ്യുക, ആ വർക്ക്സ് ആയിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റി, അതേപോലത്തെ ഗ്രേറ്റ് ഓതേഴ്സ് എഴുതിയിട്ടുള്ള ബുക്ക് വായിക്കാൻ പറ്റി എന്നുള്ളതുകൊണ്ട് ആളുടെ ലൈഫ് വർത്ത് ലിവിങ് ആണെന്നാണ് പറഞ്ഞിട്ടാണ് ആ പാരഗ്രാഫ് ആൾ നിർത്തിയത്. ഇതിന് ഈ എസ്സേ ആൾ അവസാനിപ്പിക്കുമ്പോൾ ആൾ പറയണത് there are however other authors, വേറെ ഓതേഴ്സ് ഉണ്ട് ആൾ ഒരിക്കലും ലൈക്ക് വായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വായിക്കാൻ പറ്റാത്തത്. he never forget to read even though he wanted to. അവരെ വായിക്കാൻ ആൾ മറന്നിട്ടില്ല, പക്ഷെ ആൾ മറക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് തോന്നുന്നു. ഹി നെവർ ഫോർഗെറ്റ് ടു റീഡ് ഈവൻ ദോ ഹി വാണ്ടഡ് ടു എന്നാണ് പറയുന്നത്. സം ഓഫ് ദം എന്ന് പറയുന്നത് ലോർഡ് ക്ലാരൻഡോൺസിൻ്റെ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് റെബല്ലിയൻ, ബ്യോമൻഡ് ആൻഡ് ഫ്ലെച്ചർ, തിയോഡററ്റ്, ഇതൊക്കെയാണ് ആൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ ആൾ ലാസ്റ്റ് വായിച്ച സർ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവലിനെ കുറിച്ച് ലൈക്ക് ആ വാൾട്ടർ സ്കോട്ടിൻ്റെ ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൂസ് ഇൻഫാക്ട് വൺ ഓഫ് ഹാസ്ലിറ്റ്സ് കണ്ടംപററി, ഹാസ്ലിറ്റിൻ്റെ കണ്ടംപററി ആയിരുന്നു സർ വാൾട്ടർ സ്കോട്ട്. പിന്നെ അവസാനം ഡോങ്സ് യോക്സ്റ്റേ ആൻഡ് തുസിഡസ്, ഈ വർക്ക്സൊക്കെ സ്പാനിഷിൽ തന്നെ ഒറിജിനൽ ലാംഗ്വേജ് ആയിട്ട് സ്പാനിഷിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആ സ്പീച്ചസൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളത് കൺക്ലൂഡ് ചെയ്യണത്. ഹാസ്ലിറ്റ് ചെയ്യണത് ആ ഒരു ഓൾഡ് റൈറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആൾ സ്ട്രെസ് ചെയ്യുകയാണ്. ആ ഒരു ഓൾഡ് ബുക്സൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജോയ് ഹൈലൈറ്റ് ചെയ്യുക. ഓൾറെഡി റീഡ് ചെയ്ത ബുക്സ് ആണ് ബെറ്റർ ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂ ആൻഡ് അൺഫെമിലിയർ ബുക്സിനെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ദെൻ റീഡർ റെസ്പോൺസ് തിയറീനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യണത്. ഈ എസ്സേ ഡിസ്ക്രൈബ് ചെയ്യുന്നത് റീഡിങ്ങിൽ ഒരു ആളുടെ ലൈഫിലുണ്ടായിരുന്ന ഇൻഫ്ലുവൻസും അത് എങ്ങനെയാണ് ഒരാളുടെ ലൈഫിനെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ
ഈ ഒരു എസ്സേ ആ ഒരു റീഡറിനെ അവരുടേതായ ഒരു പേഴ്സണൽ ലിറ്റററി കാനോൺ ക്രിയേറ്റ് ചെയ്യാൻ, അവരുടേതായ റീഡറിങ് എക്സ്പീരിയൻസും ഇൻട്രസ്റ്റും വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എസ്സേ ഓൺ റീഡിങ് ഓൾ ബുക്സ്. ഞാനത് ഫസ്റ്റ് സെമ്മിൽ റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ തേർഡ് സെമ്മിലാണ്. ആ സമയത്താണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് ഏത് നോട്ട് റെഫർ ചെയ്ത് എഴുതി അല്ല ഇത് റെക്കോർഡ് ചെയ്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ ഇതിനകത്തൊരു നോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഞാൻ SDE നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആർട്ടിക്കിൾസ് അവൈലബിൾ ആയിട്ട് കുറവ് ആർട്ടിക്കിൾസേ ഉള്ളൂ, എന്നാലും അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നോക്കിപ്പോകുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് എസ്സേസിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ആൻഡ് ഏറെക്കുറെ സംഭവം സിമ്പിളും ആണ്. നമുക്ക് പെട്ടെന്ന് അത് ഒന്ന് റഫായിട്ടൊരു സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് നോട്ട്സ് ഈ എൻഡിങ്ങിൽ ആഡ് ചെയ്യാം. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഓക്കെ. ഞാനത് ChatGPTയോട് മറ്റേ ചോദിച്ച് ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ വാട്സപ്പിൽ ഞാൻ എൻ്റെ ചാറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും go through it and I hope this video is helpful for you. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.